കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ കാണുന്നു യേശുക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എങ്കിലും, ബലഹീനത എന്ന് പറയുമ്പോൾ മനുഷ്യജീവിതങ്ങളെല്ലാം ബലഹീനരാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ യേശുക്രിസ്തുവും മനുഷ്യനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. അപ്പം മനുഷ്യനുള്ള ബലഹീനതകളെക്കുറിച്ച് കർത്താവിനറിയാം. പാപമൊഴികെ അവൻ എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു. പ്രിയ ദൈവപൈതലേ, അങ്ങനെ ഒരു ബലഹീന ശരീരം ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവാത്മാവിനാൽ ശക്തിയാൽ ജീവിച്ചിരിക്കുന്നത് പോലെ പൗലോസ് പറയുകയാണ്, ഞങ്ങളും ബലഹീനരെങ്കിലും ഞങ്ങളും ദൈവശക്തിയാൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. നമുക്കറിയാം പൗലോസിന് ഒരു മുള്ളുണ്ടായിരുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അത് 3 പ്രാവശ്യം അത് മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചിട്ടും അത് മാറിപ്പോയില്ല. പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് ദൈവാത്മാവ് തന്നോട് പറഞ്ഞതായിട്ട് പൗലോസ് പറയണം. അതേപോലെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ശരീരം നാം ബലഹീനത ഉള്ളതാണ്, നമ്മുടെ ചിന്ത ബലഹീനത ഉള്ളതാണ്, നമ്മുടെ ആരോഗ്യം ബലഹീനതകൾ ഉള്ളതാണ്, നമ്മുടെ ശരീരം പലപ്പോഴും തളർന്നു പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ബലഹീനതയിൽ നാം ജീവിച്ചു കൊണ്ടിരുന്നാലും തക്ക സമയത്ത് ബലം നിന്ന് വഴി നടത്തുവാൻ ദൈവം ശക്തനെന്ന് ജീവിത അനുഭവത്തിൽ കൂടെ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രോഗമിരുന്നാലും ദൈവകൃപയാൽ നിങ്ങൾ ശക്തരാണ് എന്ന് മറന്നു പോകണ്ട. ഈ അഴിവുള്ള ഒരു ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരം പുതയ്ക്കപ്പെട്ട് മഹിമയിൽ എഴിച്ചതുപോലെ നമ്മുടെ ഈ ബലഹീനത ശരീരം ഒരു ദിവസം വിതയ്ക്കപ്പെടുകയും ശക്തിയോടെ എഴിക്കുകയും ചെയ്യും. കർത്താവ് ഈ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവകൃപയിൽ നിലനിൽപ്പാനുള്ള ശക്തിയും ബലവും നമുക്ക് ഓരോരുത്തർക്കും നൽകും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ബലഹീനതയിൽ അങ്ങയുടെ ബലം നമുക്ക് പൂർണ്ണമായിട്ട് ദൈവമേ അത് വ്യാപരിച്ചു വരുമെന്ന് അങ്ങയുടെ വചനം പറയുന്നു. അതേപോലെ ദൈവമേ, ദൈവമക്കളായ പലരും ദൈവസന്നിധിയിൽ കർത്താവെ അവർ വിഷമവും പാടുകളും ഉള്ളവരാണെങ്കിലും യഥാസമയം അങ്ങയെ ഘോഷിപ്പാൻ, അങ്ങയുടെ വചനം പറവാൻ, അങ്ങയുടെ വഴിയിൽ നടപ്പാനുള്ള ശക്തി അങ്ങയുടെ മക്കൾക്ക് അങ്ങ് പകർന്നു കൊടുക്കുന്നത് പോലെ കർത്താവെ ഞങ്ങൾക്കും പകർന്നു തന്ന് ഈ ലോക ഓട്ടം ഞങ്ങൾ ജയത്തോട് ഓടിത്തീർപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.